കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന്റെ 41ാം വാർഷിക സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. ദുർവ്യയങ്ങളുടെ, അഴിമതിയുടെ, കെട്ടുകാര്യസ്ഥതയുടെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ 9.5 വർഷക്കാലം മുമ്പോട്ട് നീങ്ങിയപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ദുര്യോഗങ്ങളാണ് കേരളത്തിലെ ജനത ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിറന്നു വീഴാനിരിക്കുന്ന ഒരു കുഞ്ഞു പോലും 1 ലക്ഷം രൂപയുടെ കടക്കാരാകുന്ന സംസ്ഥാനമായി കേരളത്തിന്റെ പൊതുകടവും കടങ്ങളും റവന്യൂ കമ്മിയും അടക്കം പെരുകി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിവിധികളും നോക്കാതെ മുമ്പോട്ട് പോവുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും അവകാശങ്ങൾ LDF സർക്കാർ നിഷേധിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. വിഷയത്തിൽ സംഘടന വർഷങ്ങളായി സമരത്തിലാണ്. 2021 ശേഷം റിട്ടയർ ചെയ്തവരുടെ 50% ശമ്പള പരിഷ്കരണ കുടിശ്ശിക തടഞ്ഞുവച്ചിരിക്കുകയാണ്. മെഡിസെപ്പിന്റെ 2ാം ഘട്ടം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുന്ന കാര്യത്തിലും സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ സർക്കാർ പെൻഷൻകാരെ വഞ്ചിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. രാവിലെ പതാക ഉയർത്തലിനും പ്രകടനത്തിനും ശേഷം നടന്ന യോഗത്തിൽ അസോസിയേഷൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ MS ചന്ദ്രബാബു, അനിൽ കട്ടൂപ്പാറ, PK ഷാജി, KA മാത്യു, ഷിഹാബ് പരീദ്, TM ജോയ്, കിങ്ങിണി ടീച്ചർ, VA ജോസഫ്, KA രാജൻ, എബ്രഹാം മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സംഘടനാ ചർച്ചയും തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.